ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിതാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോ ഒരു പർദ്ദയുടെ മേക്ക് ഓവർ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും പർദ്ദയ്ക്ക് വേണ്ടി എനിക്ക് അയക്കുന്ന മെയിലുകളും കമൻറ്റുകളും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ മാനിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് പർദ്ദയുടെ വീഡിയോ ഇടുന്നത്. ഇനിയും പർദ്ദയുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു ഓൾഡ് പർദ്ദ എങ്ങനെ നമുക്ക് ന്യൂ മോഡൽ പർദ്ദയാക്കി മാറ്റാം എന്നതാണ്. ഈ ഒരു മോഡൽ പർദ്ദ ഞാൻ മേക്ക് ഓവർ ചെയ്തത് ഇതുപോലെയാണ്. താഴ്വശത്ത് ഫ്രില്ലൊക്കെ ഇട്ട് രണ്ട് സ്ലീവിനും ഫ്രില്ലൊക്കെ വെച്ച് വളരെ ഭംഗിയായി ന്യൂ മോഡലാക്കി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തു നിന്നും ഒരു സാധനവും വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിലുള്ള ഒരു ഓൾഡ് ചുരിദാറിൻ്റെ ഷോള് വെച്ചിട്ടാണ് ഞാൻ ഈ ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പർദ്ദയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ആ പർദ്ദയുടെ പുറം ഭാഗത്ത് ഷിഫോണും ഉൾവശത്ത് സാദാ പർദ്ദയുടെ ക്ലോത്തുമാണ് ഉണ്ടായിരുന്നത്. നല്ല കട്ടിയുള്ള ക്ലോത്താണ്. ഞാനിപ്പോൾ ഇവിടെ ആദ്യം ചെയ്യുന്നത് ഈ പർദ്ദയുടെ പുറത്തുള്ള ഷിഫോണിൻ്റെ ഓവർകോട്ട് പോലുള്ളൊരു സംഭവമാണ് ഉണ്ടായിരുന്നത്. അതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ സൈഡൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഷിഫോൺ ഭാഗം കംപ്ലീറ്റ് ഇളക്കിയതിന് ശേഷം വീണ്ടും റീസ്റ്റിച്ച് ചെയ്യാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇത് നന്നായിട്ട് വലിച്ചു പിടിച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗവും ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഷിഫോൺ ഭാഗം കട്ട് ചെയ്തെടുത്തു. അതുപോലെ ഈ കാണുന്ന ഡിസൈനും ഞാൻ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. സ്ലീവിന് ഫ്രില്ലിടണമെങ്കിൽ നമ്മൾ ഇതുപോലെ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അത് ഇതുപോലെ ബോർഡർ ഇല്ലെങ്കിലും മാറ്റേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനിതൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു ഡിസൈനുള്ള പർദ്ദ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള മാക്സി പർദ്ദ വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഓവർകോട്ടൊക്കെ കളഞ്ഞപ്പോഴേക്കും ഇതൊരു മാക്സി പർദ്ദയുടെ ഫീല് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മാക്സി പർദ്ദയുടെ മുകളിൽ ഓവർകോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടാണ് അത് ഉണ്ടായത്. അപ്പോൾ അതൊക്കെ ഞാൻ പറിച്ചു കളഞ്ഞു. ഇനി നമുക്ക് താഴ്വശത്ത് നിന്നും ഒരളവെടുക്കണം. നമുക്ക് എത്രയാണോ താഴ്വശത്ത് ഫ്രില്ല് വേണ്ടത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ഇറക്കിയെടുക്കേണ്ടത്. ഞാനിപ്പോൾ 16 ഇഞ്ച് ഇറക്കത്തിലാണ് ഫ്രില്ല് വെക്കുന്നത്. അപ്പോൾ ആ 16 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തു. കണ്ടോ, ഇതേപോലെ ഓരോ സ്ഥലത്തും കറക്റ്റായി വെച്ചിട്ട് 16 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കേണ്ടതാണ്. നമ്മളിപ്പോൾ ഇവിടെ 16 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 16 ഇഞ്ച് മാർക്ക് ചെയ്ത നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടം വരെയുള്ള രണ്ട് സൈഡിലെയും സ്റ്റിച്ച് നമുക്ക് മാറ്റിയെടുക്കാം. കണ്ടോ, ഇതേപോലെ രണ്ട് സൈഡിലും സ്റ്റിച്ച് മാറ്റിയെടുക്കാം. അതിനുശേഷം ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ ഫ്രണ്ടിൽ മാത്രമാണ് ഫ്രില്ലിടുന്നത്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ബാക്കിലും ഫ്രണ്ടിലും ഫ്രില്ലിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഒന്നിച്ച് കട്ട് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ കറക്റ്റായിട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴ്വശം ഫ്രില്ലിടാനുള്ള ഷോൾ എടുക്കാം. ഇത് എൻ്റെ ഒരു പാർട്ടി വെയർ ചുരിദാറിൻ്റെ ഷോളാണ്. ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലേസും താഴ്വശത്തെ ഡിസൈനിങ്ങും ഒക്കെ കട്ട് ചെയ്ത് വെറും ബ്ലാക്ക് ക്ലോത്താക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗമില്ലേ ആ ഭാഗത്തിൻ്റെ വീതി നമ്മൾ അളന്ന് നോക്കാം. വീതി എത്രയാണോ വരുന്നത് അതിൻ്റെ 3 ഇരട്ടി ക്ലോത്ത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ വീതി ഒന്ന് അളന്ന് നോക്കാം. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഭാഗം മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ മടക്കി വെക്കുന്നത്. അതിനുശേഷം ഈ കട്ട് ചെയ്ത ഭാഗത്തെ വീതി എത്രയാണെന്ന് നോക്കാം. കറക്റ്റ് പിടിച്ചിട്ട് വേണം അളന്നെടുക്കാൻ. ഇവിടെ തയ്യൽ തുമ്പൊന്നും വിട്ടുകൊടുക്കേണ്ടതില്ല. കറക്റ്റായിട്ട് നമ്മൾ എടുത്താൽ മതി. നമുക്ക് ഈ കിട്ടിയ അളവിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ ക്ലോത്ത് എടുക്കേണ്ടത്. കാരണം നമുക്ക് ഫ്രില്ലിടേണ്ടതാണ്. അപ്പോൾ എനിക്കിവിടെ 33 കിട്ടിയത്. അതിൻ്റെ 3 ഇരട്ടി, അത് എത്രയാണോ അതാണ് നമ്മൾ ക്ലോത്തിൻ്റെ നീളം എടുക്കേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ 99 ഇഞ്ച് അങ്ങനെയാണ് ഞാൻ എടുക്കേണ്ടത്. 3 ഇരട്ടി വരുമ്പോൾ 99 ഇഞ്ച് നീളം വരണം എനിക്ക്. അതുപോലെ ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗമില്ലേ, ജസ്റ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. നിങ്ങൾക്കറിയാം നമ്മൾ 16 ഇഞ്ചാണ് മാർക്ക് ചെയ്തതെന്ന്. അത് ഇതുപോലെ അളക്കുക. അപ്പോൾ ഈ കിട്ടിയ 16 ഇഞ്ചിൻ്റെ കൂടെ മുകൾ വശം പർദ്ദയായിട്ട് ജോയിൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ 16.5 ഇഞ്ച്. അതുകൂടാതെ താഴെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ 1 ഇഞ്ച് വേണം. അപ്പോൾ ടോട്ടൽ 17 ഇഞ്ച് വരുന്ന ക്ലോത്താണ് നമ്മൾ എടുക്കേണ്ടത്. ഇറക്കം 17 ഇഞ്ചും നീളം 33 ഇഞ്ചിൻ്റെ 3 ഇരട്ടി, അതായത് 99 ഇഞ്ചുമാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ആ അളവിൽ ഞാനിപ്പോൾ ഇവിടെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ കട്ട് ചെയ്ത പീസ് നമ്മുടെ പർദ്ദയുടെ ബാലൻസ് ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയില്ല, ആ ഒരു സ്ഥലത്ത് നമുക്ക് ഈ ക്ലോത്ത് വെച്ചിട്ട് കറക്റ്റ് ഇതുപോലെ വെക്കാം. അതിനുശേഷം ഓരോ ഫ്രില്ലായി ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ കുറച്ച് ഡീപ്പായിട്ട് ഒരു 2 ഇഞ്ച് വിട്ടിട്ടൊക്കെ നമുക്കൊരു വലിയ ഫ്രില്ലെടുക്കാം. അതിനുശേഷം നെക്സ്റ്റ് ഫ്രില്ലെടുത്ത് അതുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ബ്ലാക്കിൽ കാണിച്ചു തന്നുകൊണ്ട് ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനിത് വേറൊരു കളർ ക്ലോത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇതേപോലെ ഒരു ഫ്രില്ലിടാം, എന്നിട്ട് അതുവരെ സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ഫ്രില്ല് കൂടി ഇടാം, എന്നിട്ട് ആ ഒരു പോയിന്റ് വരെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അടുത്ത ഫ്രില്ല് കൂടി ഇടാം. ഇങ്ങനെ മുഴുവനായിട്ടും നമുക്ക് താഴ്വശത്ത് ഫ്രില്ലിട്ട് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഈ ഒരു ലുക്കിലാണ് നമ്മൾ ഫ്രില്ല് ചെയ്യുന്നത്. കണ്ടോ, മെഷീനിൽ ഇതേപോലെ കറക്റ്റ് രണ്ടും ഒരേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം കണ്ടോ, ഇതുപോലെ നന്നായി ഫ്രില്ലെടുത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഫ്രില്ലിൻ്റെ എൻഡ് വരെയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, അതിനുശേഷം നെക്സ്റ്റ് ഫ്രില്ല് കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഓരോ ഫ്രില്ലുകളായി മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, കറക്റ്റായിട്ട് നമ്മൾ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. കണ്ടില്ലേ, ഈ രീതിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് സ്ലീവിനും ഫ്രില്ലിട്ട് കൊടുക്കണം. അതിന് കറക്റ്റ് സ്ലീവ് ഇതുപോലെ അളന്നെടുക്കാം. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ 6 ഇഞ്ച് വരുന്നത്. അപ്പോൾ ഈ 6 ഇഞ്ച് ഒരു സൈഡിൽ മാത്രമാണ്, കൈയുടെ റൗണ്ട് മുഴുവനും അല്ല. കണ്ടോ, അടിവശത്ത് ഒരു പീസ് കൂടിയുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇരട്ടി എടുക്കാം. 12 ഇഞ്ചാണ് വരുന്നത്. ഈ 12 ഇഞ്ചിൻ്റെ 3 ഇരട്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 12 ഇഞ്ച് എഴുതുക. നമ്മളെ സ്ലീവിൻ്റെ വീതി എത്രയാണോ ലഭിക്കുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ 36 ഇഞ്ച് നീളമാണ് നമുക്കിതിന് വേണ്ടത്. ഇനി നമുക്കിതിൻ്റെ ഇറക്കം അളക്കണം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കളഞ്ഞ ആ ഒരു പീസ് എടുക്കാം. കറക്റ്റ് അതിൻ്റെ ഇറക്കം എത്രയാണോ വരുന്നത് ആ ഇറക്കമാണ് നമ്മൾ എടുക്കേണ്ടത്. 5.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാനും താഴ്വശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനും അടക്കം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കാം. അപ്പോൾ 7 ഇഞ്ചാണ് വരുന്നത്. 7 ഇഞ്ച് ഇറക്കവും അതുപോലെ 36 ഇഞ്ച് നീളവും വരുന്ന ക്ലോത്താണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ക്ലോത്ത് നേരത്തെ നമ്മൾ താഴ്വശത്ത് ചെയ്തതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അതിനുശേഷം ഇത് വളരെ ചെറിയ രീതിയിൽ ഫ്രില്ലിട്ട് കൊടുക്കാം. സ്ലീവാണ്, അപ്പോൾ നല്ല വീതിക്ക് ഫ്രില്ലിട്ട് കൊടുക്കണം എന്നൊന്നുമില്ല. ഞാനിപ്പോൾ വളരെ ചെറിയ രീതിയിൽ കുറച്ച് ഞെറിവുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ കറക്റ്റ് മനസ്സിലാവുന്നില്ല. അതുകൂടാതെ ഇതിൻ്റെ താഴ്വശം ഞാൻ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് കണ്ടോ, ഇത് രണ്ടും ഒരേപോലെ വെക്കാം. അതിനുശേഷം ആ ഒരു ഭാഗം നമുക്ക് ജോയിൻ്റ് ചെയ്യാം. ആ ജോയിൻ്റ് ചെയ്യുന്നത് താഴ്വശം വരെ ജോയിൻ്റ് ചെയ്ത് താഴ്വശവും ഫുൾ ഫില്ല് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ മുഴുവനായും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, സ്ലീവൊക്കെ ഈ ഒരു ലെവലിലാണ് നിൽക്കുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇറക്കം വേണമെങ്കിൽ ആ ഇറക്കം എടുക്കാം, അല്ല ഇത്രയും വീതിക്ക് വേണ്ടെങ്കിൽ അതും നിങ്ങളുടെ ചോയ്സാണ്. ഇപ്പോൾ ഞാൻ സ്ലീവും താഴ്വശത്തെ ഫ്രില്ലും എല്ലാം കൂടി നമ്മുടെ ഓൾഡ് പർദ്ദ, അതായത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു പർദ്ദയാണ് നല്ല കിടിലൻ പർദ്ദയാക്കി മാറ്റിയത്. അപ്പോൾ ഇതുപോലെ പല മോഡലിലേക്കും നമുക്ക് ഓൾഡ് പർദ്ദ മാറ്റിയെടുക്കാൻ പറ്റും. മാക്സി പർദ്ദ ഉണ്ടെങ്കിൽ വളരെ ഈസിയായി ഡിസൈനർ പർദ്ദയും നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.